ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പോർഷനിലോട്ടാണ്. അതായത് നിങ്ങൾക്കറിയാം ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചതുർഭുജ പരപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് ക്വാഡ്രിലാറ്ററൽസിന്റെ അഥവാ ഒരുപാട് ചതുർഭുജങ്ങളുടെ പരപ്പളവ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാറുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വേഗം നമുക്ക് ആ ക്ലാസ്സുകളിലോട്ട് പോയാലോ. ഒന്നാമത്തെ ചതുർഭുജം, അതായത് ഒന്നാമത്തെ എന്താണ് ക്വാഡ്രിലാറ്ററൽ, എന്താണ് പേര്? ഒരു ചതുരമാണ്, റെക്ടാംഗിൾ ആണ്. എടാ എങ്ങനെയാടാ റെക്ടാംഗിളിന്റെ ഏരിയ കാണാം? റെക്ടാംഗിൾ അല്ലെങ്കിൽ ചതുരത്തിന്റെ ഏരിയ കാണണമെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക. നീളമാണ് ഈ 6, വീതിയാണ് ഈ 4. അപ്പൊ ഏരിയ ആണെങ്കിൽ, ഏരിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും നമ്മള്? പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള നീളവും, താഴെ എത്രയാ നീളം? 6 ഗുണനം ഈ സൈഡിലുള്ള ഈ വീതിയും 6ഉം 4ഉം അങ്ങോട്ട് ഗുണിച്ചാൽ മതിയടോ, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 ഗുണനം 4, 6 4 24. അപ്പൊ 24 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. യൂണിറ്റ് ശ്രദ്ധിക്കുക, ഇവിടെ സെന്റിമീറ്റർ ആണ്, ഇവിടെയും സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് യൂണിറ്റ് ആയിട്ട് എന്ത് എഴുതണം? സെന്റിമീറ്ററിന്റെ സ്ക്വയർ ആയിട്ട് എഴുതണം. നമ്മുടെ ഉത്തരം സെറ്റ് 24 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? നീളം വീതിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഉത്തരം സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പോർഷൻ, അതായത് സമചതുരം അഥവാ സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ, പരപ്പളവ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നേരത്തെ പോലെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്താ സമചതുരം എന്ന് പറഞ്ഞാൽ അവിടെ ഈ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 4 സൈഡ്സ് ഉണ്ടെങ്കിൽ ആ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇത് 5 ആണെങ്കിൽ ഇതെല്ലാം 5 വരും. അങ്ങനെ എല്ലാം 5 വരികയാണെങ്കിൽ, എല്ലാ സൈഡും ഈക്വൽ ആവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതൊരു സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഒരു സമചതുരമാണ്. സമചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കാണാം? ഒന്നുമില്ല, നേരത്തെ പോലെ ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ ആ സൈഡ് ആയതിന്റെ വശമായതിന്റെ സ്ക്വയർ എടുത്താലും നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ പരപ്പളവ് കാണാൻ പോവാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ. ഏരിയ കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, 2 രീതിയിലെല്ലാം ചെയ്യാം. ഈ 5ഉം നേരത്തെ പോലെ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ, എല്ലാ വശങ്ങളും തുല്യമായത് കൊണ്ട് ആ 5ന്റെ വർഗം എടുത്താലും മതി. 5 ആണ് ഇവിടെ സൈഡ് ഉള്ളത്, അതുകൊണ്ട് 5ന്റെ സ്ക്വയർ 5ന്റെ വർഗം എടുക്കുമ്പോൾ 25 കിട്ടും. ശ്രദ്ധിക്കണം, യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ. ഈ സെന്റിമീറ്റർ, ഇവിടെ സെന്റിമീറ്റർ, അതുകൊണ്ട് യൂണിറ്റ് എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക, മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വാഡ്രിലാറ്ററൽ അഥവാ അടുത്ത ചതുർഭുജത്തിന്റെ പരപ്പളവ് കാണാലോ. നമ്മൾ സ്ക്വയറിന്റെ അത് പഠിച്ചു അല്ലെ? അതുപോലെ റെക്ടാംഗിളിനും പഠിച്ചു. അടുത്ത നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ആണെന്ത്? പാരലോഗ്രാംസ് അഥവാ സാമാന്തരികങ്ങൾ. എന്താ സാമാന്തരികം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? എതിർവശങ്ങൾ തുല്യവും സമാന്തരമായിരിക്കും. കാര്യം എന്താ? ഈ 2 സൈഡ് കണ്ടില്ലേ, ഒരിക്കലും തമ്മിൽ എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. അതാണ് സമാന്തരം എന്ന് പറയുന്നത് കേട്ടോ, സമാന്തരം. അതുപോലെ ഈ സൈഡ് കണ്ടോ, ഇങ്ങോട്ടുള്ള ഈ 2 സൈഡും എന്തായിരിക്കും? സമാന്തരം, പാരലൽ ആയിരിക്കും. അത്തരത്തിലുള്ള രൂപങ്ങൾ നമ്മൾ എന്ത് പറയും? പാരലോഗ്രാംസ് എന്ന പേരിൽ വിളിക്കും. ഇത്തരം പാരലോഗ്രാംസിന്റെ ഏരിയ ആണ് ഇവിടെ ചോദിച്ചത്. ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ, പരപ്പളവ് എത്രയാണെന്നാ ചോദിച്ചത്. ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാൻ ഏറ്റവും സിമ്പിളാ മക്കളെ. പരപ്പളവ് ഞാൻ കാണാൻ പോവാണേ. പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ഏരിയ. ഏരിയ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തേ ഉള്ളൂ. അതായത് പാദമാണ് ഇത്. പാദമായിട്ട് 6 സെന്റിമീറ്റർ എടുക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ ബേസ് എന്ന് പറയും. ബി എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്, അഥവാ പാദം. ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉയരം. ഉയരം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഉയരം എപ്പോഴും ആ ബേസിൽ നിന്ന് അല്ലെങ്കിൽ താഴത്തേൽ നിന്ന് നേരെ മുകളിലോട്ടുള്ള ഈ ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉയരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതും നമുക്ക് വേണമെങ്കിൽ ഉയരായിട്ട് എടുക്കാം. കണ്ടോ നിങ്ങൾ? അതുപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഉയരായിട്ട് എടുക്കാം. എവിടെ വേണമെങ്കിലും ഉയരായിട്ട് എടുക്കാം. ഇവിടെ ഉയരായിട്ട് വരുന്നത് ഈ 3 സെന്റിമീറ്റർ ആണ്. എത്ര സെന്റിമീറ്റർ? 3. അപ്പൊ ഉയരം എന്ന് പറയുമ്പോൾ H എത്രയാ? 3 സെന്റിമീറ്റർ. ഈ പാദവും ഉയരവും തമ്മിൽ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. 6 ഗുണനം 3. ആ 6 3 അങ്ങോട്ട് ഗുണിച്ചു നോക്കണോ? 6 3 ഗുണിക്കുമ്പോ നമുക്ക് കിട്ടും ആൻസർ 18. ശ്രദ്ധിക്കണം, ഇവിടെയും സെന്റിമീറ്റർ ആണ്, ഇവിടെയും സെന്റിമീറ്റർ ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, സെന്റിമീറ്റർ ആണോ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ഇടാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോയാലോ? റെഡി അല്ലേ?
ഓക്കെ, അടുത്തത് റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിൻ്റെത്. മക്കളെ, സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം എന്താണ് സമഭുജ സാമാന്തരികം എന്ന് മനസ്സിലാക്കുക. എന്താ സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഈ സാമാന്തരികവും റോംബസും തമ്മിൽ ബന്ധമുണ്ട്. എന്താ? ചെറിയൊരു ബന്ധം. കാരണം ഇവിടെ ഈ സൈഡും അല്ലേ ഈക്വല്, ഈ സൈഡും മറ്റൊരു ഈക്വല്. പക്ഷെ റോംബസിന്റെ വരുമ്പോ എന്താ അറിയോ, ഈ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. മാത്രമല്ല ഈ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ സൈഡ്സുകൾ തമ്മിൽ പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കാണാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഡയഗണൽ ആണ് തന്നത് അല്ലേ? ഡയഗണൽ എന്ന് പറഞ്ഞാല് വികരണമാണ് തന്നതെങ്കിൽ D1 ഉണ്ട്, D2 ഉണ്ട്. 2 വികരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നാമത്തെ വികരണം ഏതാ? ഇത് മുഴുവൻ ഒരു വികരണമാണ്. വികരണം എന്ന് പറഞ്ഞ ഡയഗണൽ D1. അപ്പൊ 3 കൂടെ കൂട്ടുമ്പോ 6 സെന്റിമീറ്റർ ആണ് ഒന്നാമത്തെ വികരണം. അതുപോലെ തന്നെ രണ്ടാമത്തെ വികരണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുമ്പോ ആകെ 4 സെന്റിമീറ്റർ ആണ് എന്ത്? രണ്ടാമത്തെ വികരണം. ഡയഗണൽ. റെഡി? ഇതിന്റെ ഏരിയ കാണാം. ഡയഗണൽ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവാണ് ഇവിടെയും ചോദ്യം. ശ്രദ്ധിക്കണേ, പരപ്പളവ് അഥവാ ഏരിയ കാണണമെങ്കിൽ ഏരിയ ഈക്വൽ ടു, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ½ ഇൻറ്റു D1 D2 ഗുണിച്ചാൽ മതിയോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? നോക്ക്, ഈ ഒന്നാമത്തെ ഡയഗണൽ 6ഉം രണ്ടാമത്തെ ഡയഗണൽ 4ഉം അല്ലേ? ആ 6ഉം 4ഉം അങ്ങോട്ട് ഗുണിച്ചേക്കുക. 6ഉം 4ഉം ഗുണിക്കുക, ഉത്തരമായില്ല. എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കിട്ടും. 6ഉം 4ഉം ഗുണിക്കുമ്പോ 24. 24ന്റെ പകുതി, ഇതേ നമ്മുടെ ഉത്തരം 12 സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്ററിന്റെ സ്ക്വയർ. സെറ്റ്. അത്ര പണിയുള്ളൂ, സിമ്പിൾ. ഓക്കെ, ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ ഡയഗണൽ അതായത് വികരണങ്ങൾ ഗുണിച്ചിട്ട് പകുതി എടുത്താൽ മതി. ഇത് ആക്ച്വലി ഒരു ഇക്വേഷനാണ്. അത്രേ ഉള്ളൂ. റെഡി അല്ലേ? ഓക്കെ, സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഉണ്ട്. പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് വിടുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ക്ലാസ്സിന്റെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും എന്ത് ചെയ്തോളാ ഈ ക്ലാസ്സിന്റെ ഈ കമന്റ് സെക്ഷനിൽ ഇടാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ചെയ്തതിന് ശേഷം അതും നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ എന്ത് ചെയ്തോളാ ടൈപ്പ് ചെയ്തിട്ട് വിട്ടോളാ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് കേട്ടോ. ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനാണ് ചോദ്യം. സിമ്പിൾ. ഇതാണ് റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ, പരപ്പളവ് കാണാനാണ് മക്കളെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാ കണ്ടോ, ഇതൊരു 12 സെന്റിമീറ്ററും ഇതൊരു 8 സെന്റിമീറ്ററും ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഏരിയ പരപ്പളവ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തോളാ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് വിടുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിജയ.